ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്റെ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ താൽപ്പര്യമുണ്ട്. അപ്പോഴാണ് മോദിയുടെ രാഷ്ട്രീയ എതിരാളികളായ ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യം അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചത്. അത് മോദിക്ക് തുടർച്ചയായ മൂന്നാം വിജയം നിഷേധിക്കാനും അടുത്ത മാസത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനും അവർക്ക് കഴിയുമെന്നും മനസ്സിലാക്കിയത്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നതിന്റെ ചുരുക്കപ്പേരിൽ ഇതുവരെ 26 പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടുന്നു. മേയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ പാർട്ടികൾ സഖ്യത്തിൽ ചേരുമെന്നും ഭരണം തിരിച്ചുപിടിക്കുമെന്നുമാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഒരു കാലത്ത് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഇന്ത്യയെ നയിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് പോരാട്ടം നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രവുമാണെങ്കിൽ മറുവശത്ത് ഇന്ത്യയും തമ്മിലുള്ളതാണ്. ജൂലൈ 18 ബംഗളൂരുവിൽ നടന്ന സഖ്യത്തിന്റെ ദ്വിദിന സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു, എല്ലാ പോരാട്ടങ്ങളിലും ഇന്ത്യ സഖ്യം വിജയിക്കും. ഗാന്ധിജിയുടെ 136 ദിവസത്തെ കാൽനടയായി രാജ്യത്തുടനീളം നടത്തിയ മാർച്ച് ഇന്ത്യയുടെ മഹത്തായ പാർട്ടിയെ വീണ്ടും രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്ക് തിരിച്ചുവരുമെന്ന് പ്രത്യാശിച്ചു. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ തെക്കൻ കർണാടകയിലെയും വടക്കൻ ഹിമാചൽ പ്രദേശിലെയും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് BJP സർക്കാരുകളെ താഴെയിറക്കി. ഹിന്ദു ദേശീയ പാർട്ടിയുടെ അജയ്യതയുടെ പ്രതിച്ഛായ തകർത്തു. PIML ലിബറേഷൻ ഫോർവേഡ് ബ്ലോക്ക്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് മാണി എന്നിവരാണ് 26 പാർട്ടികളുടെ സഖ്യത്തിലെ അംഗങ്ങൾ. ഭരിക്കുന്ന ഹിന്ദു ദേശീയവാദിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടർച്ചയായ മൂന്നാം വിജയം തടയാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിലെ 2 ഡസനിലധികം പ്രതിപക്ഷ പാർട്ടികൾ 2024 ദേശീയ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംയുക്തമായി മത്സരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് വിളിക്കപ്പെടുന്ന 26 പാർട്ടി ബ്ലോക്കുകൾ മോദിയുടെ പാർട്ടിക്ക് അനുകൂലമായി വരുന്ന വോട്ടുകൾ ഭിന്നിക്കുന്നത് ഒഴിവാക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ സീറ്റ് പങ്കിടൽ ക്രമീകരണങ്ങൾ നടത്തുന്നു. ഇന്ത്യ പാർട്ടികൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര ഒരുമിച്ച് മത്സരിക്കാനും തീരുമാനിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സീറ്റ് പങ്കിടൽ ക്രമീകരണങ്ങൾ ഉടനടി ആരംഭിക്കുകയും കൊടുക്കൽ വാങ്ങലുകളുടെ സഹകരണ മനോഭാവത്തിൽ എത്രയും വേഗം സീറ്റുകൾ വിഭജിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടക്കാനിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മറ്റ് പ്രധാന പ്രതിപക്ഷ നേതാക്കളായ ശരത് പവാർ, അരവിന്ദ് കെജ്രിവാൾ, സീതാറാം യെച്ചൂരി, ലാലു പ്രസാദ് യാദവ് എന്നിവരുൾപ്പെടെ ഇന്ത്യയുടെ സാമ്പത്തിക വിനോദ തലസ്ഥാനമായ മുംബൈയിൽ നടന്ന 2 ദിവസത്തെ യോഗത്തിൽ വോട്ടുള്ള ഓരോ ജില്ലയിലും ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരെ ഒരു മത്സരാർത്ഥിയെ നിർത്തി നേരിടാനുള്ള പോരാട്ടം നടത്തുകയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ജൂണിൽ സഖ്യം രൂപീകരിച്ചു. മോദിയുടെ പാർട്ടിയെ അതിന്റെ സാമ്പത്തിക റെക്കോർഡ്, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ, വർദ്ധിച്ചുവരുന്ന മുസ്ലിം വിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയിൽ വെല്ലുവിളി ഉയർത്തുന്നത് കേന്ദ്രത്തിലുള്ളവർ തോൽക്കുമെന്ന് ഉറപ്പാണെന്ന് യോഗം വിലയിരുത്തി.